ഫാദർ വർഗീസ് മണവാളനെ ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനും മെത്രോപൊലിത്തൻ വികാരി ജോസഫ് പാംപ്ലാനിക്കും സഭാ ട്രൈബ്യൂണലിന്റെ രൂക്ഷ വിമർശനം. ഫാദർ വർഗീസ് മണവാളനുമായി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചർച്ച നടത്തിയത് അംഗീകരിക്കാനാകില്ല. ഫാദർ മണവാളനെ ഒഴിപ്പിക്കണമെന്ന വിധി ജൂലൈ 16-നകം നടപ്പാക്കണമെന്നും ഇരുവരും ട്രൈബ്യൂണലിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ ഇരുവർക്കും അധികാരം നൽകിയതാരെന്നും ട്രൈബ്യൂണൽ വിമർശിച്ചു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, എന്താണ് ഈ ട്രൈബ്യൂണൽ വിമർശനത്തിന്റെ ഉള്ളടക്കം? ജിൽസി, കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപ സീറോ മലബാർ സഭയ്ക്ക് തന്നെ വലിയ നാണക്കേടായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം നിലനിൽക്കുകയായിരുന്നു. അതിന് ഇന്നലെയാണ് ഔദ്യോഗികമായി ഒരു സമവായത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന വൈദിക സമ്മേളനത്തിൽ ഇരു കൂട്ടരും വിമതപക്ഷവും ഔദ്യോഗികപക്ഷവും തമ്മിൽ ചർച്ച നടത്തുകയും പിന്നീട് അത് ഒരു സമവായത്തിലേക്ക് എത്തുകയുമായിരുന്നു. അത് സമവായത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനിടയ്ക്ക് ഇത്തരത്തിൽ സഭാ ട്രൈബ്യൂണലിൻ്റെ അല്ലെങ്കിൽ സഭാ കോടതിയുടെ ഒരു നിർണായക കത്ത്, അതായത് ഈ അതിരൂപതയുടെ നിലവിൽ ചുമതല വഹിക്കുന്ന മെത്രോപൊലിത്തൻ വികാരിയായ ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് ലഭിക്കുന്നത്. അതായത് നേരത്തെ തന്നെ കഴിഞ്ഞ ഡിസംബറിലാണ് ഫാദർ വർഗീസ് മണവാളൻ അടക്കമുള്ള 4 വൈദികർക്കെതിരെ നടപടിയെടുക്കുന്നത്. പിന്നീട് സഭാ ട്രൈബ്യൂണൽ വർഗീസ് മണവാളിനെതിരായ നടപടി ശരിവെക്കുകയും അദ്ദേഹത്തെ ബസിലിക്കയിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപത ബസിലിക്കയിൽ നിന്നും പുറത്താക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അത് ഇതുവരെ നടപ്പാക്കാത്തതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് കത്ത് ബിഷപ്പ് പാംപ്ലാനിക്ക് അയച്ചിരിക്കുന്നത്. ഏതായാലും വളരെ രൂക്ഷമായ വിമർശനമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭരണവാഴ്ച അത് പൂർണ്ണമായും നിശ്ചലത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ കൈവിട്ടു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായും റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അതിരൂപതയുടെ കാര്യം നേരിട്ട് അല്ലെങ്കിൽ ഭരണം നേരിട്ട് നിർവഹിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നും അത്തരം സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുമെന്നുമാണ് പറയുന്നത്. ഏതായാലും ഈ ഫാദർ വർഗീസ് മണവാളൻ അടക്കമുള്ളവരുമായി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി നടത്തിയ ചർച്ച അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് ചട്ടലംഘനമാണ്, ഗുരുതരമായ ചട്ടലംഘനമാണ് എന്നാണ് ഇത്തരത്തിൽ സഭാ ട്രൈബ്യൂണൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ നിലവിൽ അദ്ദേഹത്തെ ഈ ഫാദർ വർഗീസ് മണവാളിനെതിരായ നടപടിയിൽ സഭാ ട്രൈബ്യൂണൽ ഉറച്ചു നിൽക്കുകയാണ്. 10 ദിവസത്തിനകം അദ്ദേഹത്തെ അവിടെ നിന്നും പുറത്താക്കണമെന്നും എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുമാണ് ഇപ്പോൾ സഭാ ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫാദർ വർഗീസ് മണവാളൻ അവിടെ ബസിലിക്കയിൽ താമസിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും തരത്തിൽ അവിടുത്തെ സ്വത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൻ്റെ എല്ലാം തന്നെ നഷ്ടപരിഹാരം ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ കത്തിൽ നൽകുന്നുണ്ട്. ഏതായാലും ഈ ഇത്തരത്തിൽ ഒരു സമവായ സാധ്യതയിലേക്ക് പോകുന്ന അത്തരം ഒരു നീക്കം നടത്താൻ ആരാണ് ഏകപക്ഷീയമായി ഇരുവർക്കും അനുവാദം നൽകിയത്? മേജർ ആർച്ച് ബിഷപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് സഭാ ട്രൈബ്യൂണലിൻ്റെ ചോദ്യങ്ങൾ പോവുകയാണ്. എങ്ങനെയാണ് ഇരുവർക്കും മാർ റാഫേൽ തട്ടിനും ജോസഫ് പാംപ്ലാനിക്കും എങ്ങനെയാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാനും വൈദികർക്കെതിരായ നടപടികൾ ഒഴിവാക്കി കൊടുക്കാമെന്ന് തീർപ്പ് കൊടുക്കാനും ഒക്കെ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് ചോദ്യം വരികയാണ്. ഏതായാലും ഇരുവരും നേരിട്ട് സഭാ ട്രൈബ്യൂണലിന് മുമ്പിലെത്തി ഹാജരായി ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകണമെന്നാണ് സഭാ ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. വൈദിക സമ്മേളനം കഴിഞ്ഞ് ഈ ജനാഭിമുഖ കുർബാനയും ഏകീകൃത കുർബാനയും രണ്ടും സാധുവാക്കാനും ഒപ്പം തന്നെ ഏകീകൃത കുർബാന എല്ലാ ഞായറാഴ്ചകളിലും ഒരു തവണയെങ്കിലും എല്ലാ പള്ളികളിലും അർപ്പിക്കാനും ഒക്കെ തീരുമാനമായിരുന്നു. ഈ നവവൈദികർക്ക് ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാൻ സാധിക്കൂ എന്ന തരത്തിൽ എഴുതി വാങ്ങിച്ച സത്യവാങ്മൂലം അത് അസാധുവാക്കാം, അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ കുർബാന അർപ്പിക്കാം, ഒപ്പം തന്നെ വൈദികർക്കെതിരായ നടപടികളെല്ലാം ഒഴിവാക്കാം, കൂലിയെ പിരിച്ചുവിടാൻ തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഈ സമവായ സാധ്യതകളെയൊക്കെ തള്ളിക്കളയുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ സഭാ ട്രൈബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നോട്ടീസ്. ജിൽസി.